ഗണിതരസാന്ദ്രത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോമെട്രി ആൻഡ് ഓൾജിബ്ര അല്ലെങ്കിൽ ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറഞ്ഞ പാഠഭാഗത്തെ ആശ്രയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇതിൽ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇതിനകത്ത് ഞാനിപ്പോൾ നിർദ്ദേശാംക ജ്യാമിതി അല്ലെങ്കിൽ സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ലെസണിന്റെ ഒരു ഭാഗം കൂടി ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. കോർഡിനേറ്റ്സ് നിങ്ങൾ പഠിച്ചതാണ്, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ലെസൺ. അപ്പോൾ കോർഡിനേറ്റ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചിട്ട് അതിനകത്ത് സൂചക സംഖ്യകൾ മാർക്ക് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ആ ലെസണിലാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയാം എക്സ് ആൻഡ് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എക്സ് അക്ഷത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് പാർട്ടും ഉണ്ട്, അതിൻ്റെ ഒരു നെഗറ്റീവ് പാർട്ടും ഉണ്ട്. അതുപോലെ തന്നെ വൈ അക്ഷത്തിനും അതിൻ്റെ ഒരു പോസിറ്റീവ് പാർട്ട് ഉണ്ട്, അതിൻ്റെ നെഗറ്റീവ് പാർട്ട് ഉണ്ട്. അതായത് ഇതിന് നമ്മുടെ സെന്റർ കേന്ദ്രമായി എടുത്തു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നും വലത്തോട്ടേക്കുള്ള അകലത്തെ നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് വെച്ചിട്ട് സൂചിപ്പിക്കും. 1, 2, 3, 4 ഇതൊക്കെ പോസിറ്റീവ് ആണ്. കേന്ദ്രത്തിൽ നിന്നും ഇടത്തോട്ടുള്ള നമ്പേഴ്സ് -1, -2, -3 നെഗറ്റീവ് ആണ്. സെന്ററിൽ നിന്നും മുകളിലോട്ടുള്ളതാണെങ്കിൽ, അതായത് കേന്ദ്രത്തിൽ നിന്നും മുകളിലോട്ടുള്ള വൈ അക്ഷത്തിൽ മുകളിലോട്ടുള്ള നമ്പേഴ്സ് +1, +2, +3 എന്നും താഴോട്ടാണെങ്കിൽ -1, -2, -3 എന്നും. ഇതിൽ നമ്മളിപ്പം ഒരു സൂചക സംഖ്യ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഒരു സൂചക സംഖ്യ മാർക്ക് ചെയ്യണമെങ്കിൽ ഞാനത് എക്സ് സൂചക സംഖ്യ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരക്കും. എക്സിന് കണക്കായിട്ട് വരുന്നത് 3 എന്നും, അതായത് എക്സ് കോർഡിനേറ്റ് 3യും വൈ കോർഡിനേറ്റ് ഇവിടുന്ന് 2 ആണ് ഇതിന്റെ വൈ കോർഡിനേറ്റ് വരുന്നത്. ഇത് ഇങ്ങോട്ടേക്ക് വരച്ചാൽ 2 എന്ന് കിട്ടും. ഇവിടെ ഞാനിപ്പോൾ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ നമ്മളെപ്പോഴും കോർഡിനേറ്റ്സ് എഴുതുന്ന സമയത്ത് ആദ്യം എക്സ് കോർഡിനേറ്റും പിന്നെ വൈ കോർഡിനേറ്റും ആണ് എഴുതുന്നത്. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് എഴുതാൻ പറഞ്ഞാൽ ഇത് വരുന്നത് 3,2 എന്ന് പറയും. 3,2. ഇവിടെയാണ് ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇത് -2ന് കണക്കായിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നു -2ന് കണക്കായിട്ട് വന്നു. ഇവിടുന്ന് -3യിലേക്കാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ബി എന്ന് പറയുന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യുന്നെങ്കിൽ ആദ്യം എക്സ് കോർഡിനേറ്റ് ആണല്ലോ എഴുതേണ്ടത്. അതുകൊണ്ട് എക്സ് സൂചക സംഖ്യയായ -2 ആദ്യം എഴുതുക. -2, വൈ സൂചക സംഖ്യ -3. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് 4 ക്വാഡ്രൻസ് ഉണ്ട്. ഈ എക്സ് അക്ഷത്തെയും വൈ അക്ഷത്തെയും നമ്മൾ 4 ക്വാഡ്രൻസ് 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഇവിടെ അതിനകത്ത് ഇതിന് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് വിളിക്കാം. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, അതുപോലെ തന്നെ ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആക്കി കഴിഞ്ഞാൽ എപ്പോഴും ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റിൽ വരുന്ന സമയത്ത് എക്സ് കോർഡിനേറ്റ് നെഗറ്റീവും വൈ കോർഡിനേറ്റ് പോസിറ്റീവും ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ എക്സും വൈയും നെഗറ്റീവ് ആയിരിക്കും. അതേസമയം ഫോർത്ത് ക്വാഡ്രന്റ് എടുക്കുന്ന സമയത്ത് എക്സ് വാല്യൂ പോസിറ്റീവും വൈ വാല്യൂ നെഗറ്റീവും ആയിരിക്കും. മനസ്സിലായല്ലോ? അതുപോലെ നമുക്കിവിടെ സൂചക സംഖ്യകൾ എന്ന് പറഞ്ഞ ലെസണിൽ നിങ്ങൾക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ ത്രികോണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചതുരം, അല്ലെങ്കിൽ അത് ചേർത്ത് വെച്ചിട്ടുള്ള ക്വാഡ്രിലാറ്ററിന്റെ പേര് എഴുതുക, അല്ലെങ്കിൽ എന്ത് ചതുർഭുജമാണ് കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതേപോലെയാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? ഇനി ഇതിൽ തന്നെ നമുക്കിവിടെ എക്സ് അക്ഷവും വൈ അക്ഷവും പറഞ്ഞു. ഒരു എക്സ് അക്ഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സ് അക്ഷത്തിൽ എപ്പോഴും അതിന്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് അക്ഷത്തിൽ വൈ സൂചക സംഖ്യ 0 ആയിരിക്കും. അതായത് എക്സ് അക്ഷം ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇവിടെ ഒരു സി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 4 ആണ്. പക്ഷെ വൈ കോർഡിനേറ്റ് ഇല്ലല്ലോ, വൈയിലേക്ക് ഒരു അകലം ഇല്ല. അതുകൊണ്ട് വൈ കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. ഇത് 4,0 എന്ന് കൊടുക്കും. ഇനി ഇവിടെയാണ് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നതെങ്കിലോ, വൈ അക്ഷത്തിലാണ് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ആ വൈ ആക്സിസിൽ നമ്മൾ ഏതൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് മാത്രമേ അതിനുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് എക്സ് കോർഡിനേറ്റ്. അപ്പൊ ഇതിവിടെ എന്ത് ചെയ്തു? 0,3 എന്ന് എഴുതും. അതുകൊണ്ട് എക്സ് ആക്സിസിൽ ഏതൊരു ബിന്ദുവിന്റെയും സൂചക സംഖ്യ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ കോർഡിനേറ്റ് എഴുതുന്ന സമയത്ത് എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. വൈ ആക്സിസിലാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായല്ലോ? ഇനി എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് നമ്മൾ വരക്കുന്നതെങ്കിൽ, ഇതിന് പാരലൽ ആയിട്ടാണ് ഒരു ലൈൻ വരക്കുന്നതെങ്കിൽ, ഞാനിപ്പോൾ ഇവിടുന്ന് ഈ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ഇവിടുന്ന് ഒരു വര ഇങ്ങോട്ട് വരച്ചു എന്ന് വെച്ചോ. ഇതിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണമെന്ന് ഇരിക്കാം. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എത്ര പോയിന്റ് വരും? ഇവിടെ ഞാൻ ഡി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ കൊടുത്തു. അവിടെ കിട്ടുന്നത് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് എത്രയാണ്? -3,
y കോർഡിനേറ്റ് എത്രയാണ് 1 ആണ്. അപ്പൊ -3,1 എന്ന് കിട്ടും. -3,1. അതേസമയം ഞാനിത് ആ പാരലൽ ലൈനിൽ തന്നെ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എനിക്ക് എത്ര കിട്ടുന്നത് 2, ഇവിടുത്തെ E എന്നൊരു പോയിന്റ് കൊടുത്താൽ 2,1 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ കണ്ട പ്രത്യേകത എന്താണ്? എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ y സൂചക സംഖ്യ y കോർഡിനേറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. എക്സ് സൂചക സംഖ്യകൾ മാത്രമേ മാറുന്നുള്ളൂ, y സൂചക സംഖ്യ കോൺസ്റ്റന്റ് ആയിരിക്കും, അതൊരു സ്ഥിരസംഖ്യയായിരിക്കും. അതേപോലെ y ആക്സിസിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ y ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരച്ചാൽ ഇപ്പം ഇതിലിപ്പോ ഞാൻ y ആക്സിസിന് പാരലൽ ആയിട്ട് ഇവിടുന്ന് ഈ 4ലൂടെ ഒരു ലൈൻ ഇങ്ങോട്ട് വരക്കുന്നു. y ആക്സിസിന് പാരലൽ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എനിക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യണമെങ്കിൽ y കോർഡിനേറ്റ് എത്ര, എക്സ് കോർഡിനേറ്റ് ഇവിടെ എത്ര വരുന്നത്, ഇവിടെയാണ് എനിക്ക് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സ് കോർഡിനേറ്റ് എത്രയാണ് കിട്ടുന്നത് 4 ആണ് വരുന്നത്. എക്സ് കോർഡിനേറ്റ് 4ഉം y കോർഡിനേറ്റ് എത്രയായിരിക്കും -2 ആണ്. അതേപോലെ തന്നെ എനിക്ക് ഇവിടെയാണ് ഒരു പോയിന്റ്, ഇവിടെ എനിക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെതും എക്സ് കോർഡിനേറ്റ് എത്ര തന്നെയാണ് വരുന്നത് 4 ആയിരിക്കും. y കോർഡിനേറ്റ് എത്രയായിരിക്കും -1 ആയിരിക്കും. അപ്പൊ അവിടെ എന്താ നമുക്ക് കണ്ടത്? അവിടെ കണ്ടത് എന്താണ്? എക്സ് അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ എക്സ് സൂചക സംഖ്യ മാത്രം മാറുന്നു, y സൂചക സംഖ്യ സ്ഥിരമായിരിക്കും. y അക്ഷത്തിന് സമാന്തരമാണെങ്കിൽ എന്തായിരിക്കും? അവിടെ എക്സ് സൂചക സംഖ്യ കോൺസ്റ്റന്റ് ആയിരിക്കും, y സൂചക സംഖ്യ മാത്രം മാറുന്നു. എക്സ് സൂചക സംഖ്യ ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും, y സൂചക സംഖ്യ മാത്രം മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ അത് നിങ്ങൾ സൂചക സംഖ്യകൾ എന്ന് പറഞ്ഞ പാഠഭാഗത്ത് നിങ്ങളത് പഠിക്കുന്നുണ്ട്, അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ഈ നിർദ്ദേശാങ്കവും അല്ലെങ്കിൽ ജോമെട്രി ആൻഡ് ഓൾജിബ്ര അല്ലെങ്കിൽ ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറഞ്ഞ പാഠഭാഗത്ത് നമുക്ക് അതേ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പൊ ഇതിലിനി അടുത്ത വരുന്നത് നിങ്ങൾ അവിടെ തന്നെ പഠിച്ച വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന നിങ്ങൾ ആ ലെസണിൽ പഠിക്കുന്നുണ്ട്, അകലം കണ്ടുപിടിക്കാൻ. ഇപ്പൊ പിയും ക്യൂവും 2 പോയിന്റ്സ് ആണ്. പിയുടെ കോർഡിനേറ്റ്സ് x1, y1 അല്ലെ 2, 3. ക്യൂയുടെ കോർഡിനേറ്റ് x2, y2 അതായത് 5, 7. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് പിയും ക്യൂവും തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? √x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. അതിന്റെ എക്സ് കോർഡിനേറ്റ് തമ്മിലുള്ള വ്യത്യാസം കാണുക, അതിന്റെ സ്ക്വയർ കാണുക, പ്ലസ് y കോർഡിനേറ്റ് y സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക, അതിന്റെ സ്ക്വയർ കാണുക. എന്നിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ PQ = √x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ എന്നല്ലേ എഴുതിയത്. അപ്പൊ ഇവിടെ ഞാൻ ഈ ഭാഗം സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡും എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. ഇപ്പൊ PQ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്തായിട്ട് മാറുന്നു? x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ ആയി മാറുന്നു. അപ്പൊ PQ സ്ക്വയർ x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ ആണ്. ഇനി ഈ നമ്മളിപ്പോ ഒരു സൂചക സംഖ്യ x, y പറഞ്ഞു. ഇവിടെ പിയും ക്യൂവും ഡിഫറെന്റ് x1, y1, x2, y2 ആണെങ്കിലാണ് ഈ ഫോർമുല എടുക്കേണ്ടത്. ഇനി നമ്മളൊരു ഒറിജിനിലേക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഒറിജിൻ നിങ്ങൾക്ക് അറിയാം, ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ്സ് എപ്പോഴും 0, 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കാണുമ്പോൾ എന്താ വരുന്നത്? √x, അതായത് ഇത് കിട്ടും. എങ്ങനെ കിട്ടുന്നത്? ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0, 0 അല്ലേ. അപ്പൊ x ൽ നിന്നും 0 മൈനസ് എത്ര കിട്ടുന്നത്? x - 0 ഹോൾ സ്ക്വയർ പ്ലസ് y - 0 ഹോൾ സ്ക്വയർ സമം എത്രയാണ് കിട്ടുന്നത്? √x - 0 എന്ന് പറഞ്ഞാൽ x അല്ലേ, y - 0 എന്ന് പറഞ്ഞാൽ y അല്ലേ. അപ്പൊ എന്ത് കിട്ടുന്നു? x² പ്ലസ് y² എന്ന് കിട്ടും. അപ്പൊ ഒറിജിനിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാൻ x, y എന്ന കോർഡിനേറ്റിൽ നിന്നും ഒറിജിനിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? √x² പ്ലസ് y². ഇപ്പൊ 2, 3യും 0, 0യും തമ്മിലുള്ള അകലം കണ്ടുപിടിക്കാൻ √2² പ്ലസ് 3² ചെയ്താൽ മതി. മനസ്സിലായല്ലോ? 2 കോർഡിനേറ്റ്സ് x1, y1, x2, y2 തരുവാണെങ്കിലാണ് നമ്മൾ ഈ ഫോർമുല വെച്ചിട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഈ പാഠഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് ഒരു വര, ഒരു ലൈൻ വരച്ചിരിക്കുന്നത്. ആ വരയുടെ 2 ബിന്ദുക്കൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, എയും ബിയും. എയുടെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ x1, y1 ഉം ബിയുടെ സൂചക സംഖ്യകൾ x2, y2 ആണ്. അതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് ഞാൻ P എന്ന് പറഞ്ഞൊരു പോയിന്റ് കൊടുത്തുന്നിരിക്കും. P അല്ലെങ്കിൽ C എന്ന് പറഞ്ഞൊരു പോയിന്റ് കൊടുത്തു.
സി എന്ന് പറഞ്ഞൊരു പോയിന്റ് കൊടുത്തു, അതിന്റെ കോർഡിനേറ്റ്സ് എക്സ് കോമ വൈ എന്നും കൊടുത്തു. ഈ എക്സ് കോമ വൈ ഏതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് x1 y1 അറിയാം, x2 y2 അറിയാമെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. അതായത് നമ്മളിവിടെ ഈ ഒരു വരയെ AC ഈസ് ടു എന്താണ്, AC ഈസ് ടു AB ഈസ് ഈക്വൽ ടു P ഈസ് ടു W എന്ന് പറഞ്ഞാൽ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC അല്ല, ഇതിന്റെ ഒരു ഭാഗം, അതായത് ഇതിന്റെ ഒരു പാർഷ്യൽ, അതിന്റെ ഒരു ഭാഗവും AB എന്ന് പറഞ്ഞതാണ് ഇതിന്റെ ഹോൾ പാർട്ടും, അതായത് അതിന്റെ മുഴുവൻ ഭാഗവും എടുത്തു കഴിഞ്ഞാൽ AC ഈസ് ടു AB സമം P ഈസ് ടു W ആയാൽ x കാണാൻ എന്താ വേണ്ടത്, x കാണാൻ x1 ഈ കോർഡിനേറ്റ് ഉണ്ടല്ലോ x1 പ്ലസ് P ബൈ W, P ബൈ W എന്ന സമയം 2 ഈസ് ടു 3 ആണെങ്കിൽ 2, 3 ഈസ് ടു 2 ആണെങ്കിൽ 3, മനസ്സിലായില്ലേ? അപ്പൊ 2 ബൈ W എന്ന് പറഞ്ഞാൽ ഹോൾ, ഇപ്പൊ 2 ഈസ് ടു 3 എന്നാണെങ്കിൽ 2 പ്ലസ് 3 5, ആ 5 ആണ് W എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ x കാണേണ്ട ഫോർമുല x is equal to x1 plus p by w into x2 minus x1, x1 plus p by w. നമുക്ക് ഇവിടെ തരുന്ന റേഷ്യോ ഉണ്ടല്ലോ, ആ റേഷ്യോ, ആ പാർഷ്യൽ റേഷ്യോ ബൈ അതിന്റെ ഹോൾ റേഷ്യോ ഇൻടു എന്താ വരുന്നത്, ഇതിന്റെ x കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് x2 minus x1. അതേപോലെ y കാണേണ്ട ഫോർമുല y1 plus p by w into y2 minus y1. ഇതിവിടെ p by w ഇവിടെ എത്രയാണ് എടുത്തത് അത് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്, എന്ത് മാത്രം മാറ്റി കഴിഞ്ഞാൽ മതി, അതിന്റെ y1 ഉം അതുപോലെ തന്നെ ഇവിടെ വരേണ്ടത് y2 മൈനസ് y1 ആണ്. അത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. പിന്നെ ഇതേപോലെ ഇത് നമുക്ക് ഇവിടെ മിഡ് പോയിന്റ് ആണ് വരുന്നതെങ്കിൽ, ഇവിടെ നമുക്ക് ഇവിടെ മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ എ ബി എന്ന് പറഞ്ഞ വരയുടെ ഒരു മിഡ് പോയിന്റ് ആണ് സി എങ്കിൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ റേഷ്യോയിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, x1 ഉം x2 ഉം കൂട്ടുക, അതിന്റെ പകുതി എടുക്കുക. അപ്പോൾ ഇവിടെ മധ്യബിന്ദു കണ്ടുപിടിക്കാൻ, മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു കണ്ടുപിടിക്കാൻ, ആ വരയുടെ മധ്യബിന്ദു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, സിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ x1 പ്ലസ് x2 ബൈ 2 ചെയ്താൽ മതി. അതേപോലെ y1 പ്ലസ് y2 ബൈ 2 ചെയ്താൽ മതി. ഇതും ആഡ് ചെയ്ത് പകുതി കാണുക, ഇതും ആഡ് ചെയ്ത് പകുതി കാണുക. മനസ്സിലായല്ലോ? ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിനകത്ത് ഉപയോഗിക്കാനുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോർഡിനേറ്റ് ഓഫ് എ ആൻഡ് ബി ആർ 3,2, 8,7 ഓൺ ദ ലൈൻ എ ബി. എ ബി എന്ന വരയിലെ രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകളാണ്. ഏതൊക്കെയാണ്? എ ബി എന്ന് പറഞ്ഞ രണ്ട് ബിന്ദുക്കളുടെ സൂചക സംഖ്യകളാണ് 3,2, 8,7. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി സച്ച് ദാറ്റ് എ പി ഈസ് ടു പി ബി സമം 2 ഈസ് ടു 3. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണാം, എക്സാമിന് വരുന്നതാണ്. അതായത് ഈ വരയിൽ പി എന്നൊരു ബിന്ദു ഉണ്ടെങ്കിൽ ആ ബിന്ദുവിനെ, അതായത് ആ ബിന്ദുവിനെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, 2:3 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ആ വരയെ 2:3 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു ആ പി എന്ന ബിന്ദുവിലേക്ക്. അങ്ങനെയാണെങ്കിൽ പിയുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒരു ലൈൻ വരച്ചു, ആ ലൈനിൽ ഞാനിവിടെ എ എന്ന കോർഡിനേറ്റ്, ബി പോയിന്റ് ഇവിടെ കൊടുത്തു, ബി എന്ന പോയിന്റ് ഇവിടെ കൊടുത്തു. എയുടെ കോർഡിനേറ്റ്സ് എഴുതി എത്രയാണ് 3,2, ബിയുടെ കോർഡിനേറ്റ്സ് എഴുതി എത്രയാണ് 8,7. നമ്മൾ മുന്നേ പറഞ്ഞല്ലോ പി ഈസ് ടു ഡബ്ല്യു എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇവിടെയാണ് ഞാൻ പി എന്നൊരു പോയിന്റ് കൊടുക്കുന്നത്. പി എന്നൊരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് x,y ആണെങ്കിൽ ആ x കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, x is equal to x1 plus p by w into x2 minus x1, y is equal to y1 plus p by w into y2 minus y1. അപ്പോൾ നമുക്കിനി കൊടുക്കാം x കാണേണ്ട ഫോർമുല x is equal to ഈസി ആണ്. അപ്പോൾ x is equal to എന്താണ് ആദ്യം ചെയ്യേണ്ടത്, x1 ഇതോ ഏത് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക്. ഇവിടെ ഞാൻ എയുടെ എടുക്കുന്നത് 3, അപ്പൊ x1 എത്രയാണ് 3 അല്ലേ, അപ്പൊ 3 പ്ലസ് പി ബൈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോ എത്രയാണ്, റേഷ്യോ ഇതാ 2:3 എന്നുള്ള റേഷ്യോ ആണ്, 2:3 ആണ് റേഷ്യോ. അപ്പൊ ആദ്യത്തെ പാർട്ട് നമ്മൾ എടുത്തല്ലോ, അതാണ് അതിന്റെ പി ഭാഗം, അതായത് 2. അപ്പൊ 3 പ്ലസ് 2 ബൈ ഹോൾ പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോ തമ്മിൽ കൂട്ടുക, റേഷ്യോ ഉണ്ടല്ലോ 2:3, അത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 5. അപ്പൊ 2/5 into x2 minus x1. x2 എത്രയാണ് 8 minus 3. അപ്പൊ 8 minus 3 is equal to 3 plus
2/5 into 8 minus 5 എത്രയാ? 8 minus 3 എത്രയാണ്? 5 അല്ലേ? ഇനി ഈ 5 ഉം 5 ഉം കട്ട് ചെയ്ത് പോകും. 5 ഉം 5 ഉം കട്ട് ചെയ്ത് പോയാൽ ബാക്കി വരുന്ന ആൻസർ 3 plus 2 is equal to 5. അപ്പൊ അതിന്റെ x കോർഡിനേറ്റ് കിട്ടി 5. y is equal to അതേപോലെ y കാണാൻ y is equal to y1 plus അല്ലേ? y1 എത്രയാണ്? 2. 2 plus 2 plus p by w എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, 2/5 തന്നെയാണ്. 2/5 into y2 minus y1. y2 എത്രയാണ്? 7. 7 minus 2. 7 minus 2. 7 minus 2 is equal to എത്ര വരും? 2 plus 2/5 into 5. 5 ഉം 5 ഉം ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി 2 plus 2 is equal to 4 എന്ന ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എത്രയാണ്? AP:PB എന്ന് പറഞ്ഞ PB യെ 2:3 എന്ന് പറഞ്ഞ റേഷ്യോയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ x കോർഡിനേറ്റ് 5 ഉം y കോർഡിനേറ്റ് 4 ഉം ആണ്. നമുക്ക് ഇവിടെ ആൻസർ കിട്ടി. x, y എത്രയാണ്? P x, y is equal to എത്രയാണ്? 5, 4. 5, 4 ആണ് P യുടെ കോർഡിനേറ്റ്സ്. മനസ്സിലായില്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, the smaller quadrilateral within the larger quadrilateral is obtained by joining the midpoints of the sides of the larger quadrilateral. അതായത് ഒരു സ്മോളർ ക്വാഡ്രിലാറ്ററൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, PQRS എന്ന് പറഞ്ഞത്. ആ PQRS എങ്ങനെ കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്? is obtained by joining the midpoints of the sides of the larger quadrilateral. ഈ ഒരു വലിയ ചതുർഭുജത്തിന്റെ മധ്യബിന്ദുക്കളെ യോജിപ്പിച്ച് കിട്ടിയ ഒരു ചെറിയൊരു ചതുർഭുജമാണ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് A question, find the coordinates of fourth vertex of the smaller quadrilateral. അതായത് ഈ സ്മോളർ ക്വാഡ്രിലാറ്ററിന്റെ നിങ്ങൾക്ക് ഇവിടെ പിയുടെ 3,3 തന്നിട്ടുണ്ട്, ക്യൂയുടെ 6,6 തന്നിട്ടുണ്ട്, ആറിന്റെ 9,5 തന്നിട്ടുണ്ട്. നമുക്കിവിടെ എസ് എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുക. B question, find the coordinates of the other 3 vertices of the larger triangle. വലിയ ചതുർഭുജത്തിന്റെ ബാക്കി 3 മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിവിടെ ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ P by റേഷ്യോ പറഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിഡ് പോയിന്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? x1 plus x2/2 ചെയ്താൽ മതി. അതേപോലെ തന്നെ y1 plus y2/2 ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതേ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിയാൽ മതി. ഈ മിഡ് പോയിന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, 3,3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ളത് കണ്ടുപിടിക്കാൻ ഇവിടെയുള്ള പോയിന്റ് 1, 2 ആണ്. അപ്പൊ x1 ഉം 2 കൂട്ടി അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ ആണ് 3 എന്ന് പറയുന്നത്. അപ്പൊ എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്നതിന്റെ ഇരട്ടി കണ്ടുപിടിക്കുക, ഡബിൾ. ഇപ്പൊ 3യുടെ ഡബിൾ എത്രയാണ്? 6 അല്ലേ? ആ 6ൽ നിന്നും എന്ത് ചെയ്താൽ മതി? 2 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം കിട്ടി. അപ്പൊ 3 ഇവിടെ തന്നിട്ടുണ്ട്, 3യുടെ ഡബിൾ കാണുക. 3യുടെ ഡബിൾ 6, 6 മൈനസ് 2 എത്രയാണ്? 4. അപ്പൊ നമുക്കിവിടെ കോർഡിനേറ്റ്സ് എഴുതാം. 4 എന്ന് കിട്ടി. എക്സ് കോർഡിനേറ്റ് 4 എന്ന് കിട്ടി. അതേപോലെ ഇവിടെ തന്നിരിക്കുന്ന y കോർഡിനേറ്റും എത്ര തന്നെയാണ്? മിഡ് പോയിന്റ് y കോർഡിനേറ്റ് 3 അല്ലേ? അതിന്റെ ഡബിൾ എത്രയാണ്? 6. 6ൽ നിന്നും ഈ 1 മൈനസ് ചെയ്യുക. 6 മൈനസ് 1 എത്രയാണ്? 5. അപ്പൊ നമുക്കിവിടെ കിട്ടി എയുടെ കോർഡിനേറ്റ്സ് എത്ര കിട്ടി? 4,5 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അതേപോലെ അപ്പൊ ഇനി നമുക്കിവിടെ ഈ എയുടെ പോയിന്റ് കോർഡിനേറ്റ്സ് ഉണ്ട്, ക്യൂയുടെ കോർഡിനേറ്റ്സും ഉണ്ട്. ഇനി നമുക്ക് ഡിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. നമ്മൾ ഇവിടെ ചെയ്ത അതേ മെത്തേഡ് നമുക്ക് ഇവിടെ എടുക്കാം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ മിഡ് പോയിന്റ് തന്നിരിക്കുന്ന 6,6 ആണ്. അപ്പൊ 6ന്റെ ഡബിൾ എടുക്കുക. 6ന്റെ ഡബിൾ 12. 12ൽ നിന്നും 4 മൈനസ് ചെയ്യുക. 12 മൈനസ് 4 എത്രയാണ്? 8. അപ്പൊ ഡിയുടെ എക്സ് കോർഡിനേറ്റ് എത്ര കിട്ടി? 8 കിട്ടി. അതേപോലെ അടുത്ത നമ്പറും 6 തന്നെയാണ്. 6ന്റെ ഡബിൾ 12. 12 മൈനസ് 5 എത്ര കിട്ടും? 7. 12 മൈനസ് 5 7. അപ്പൊ ഡിയുടെ കോർഡിനേറ്റും കിട്ടിക്കഴിഞ്ഞു. 8,7 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഇതും അതുപോലെ തന്നെ നമുക്ക് ഈ വലുതിന്റെ ഈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അതിനും അതേ മെത്തേഡ് എടുക്കുക. ഇതിന്റെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ് എത്രയാണ്? 9,5 ആണ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് ഇവിടെ 9 ആണ്. 9ന്റെ ഡബിൾ എത്രയാണ്? 18. 18 8 മൈനസ് ചെയ്യുക. 18 മൈനസ് 8 10, 5ന്റെ ഡബിൾ 10. 10 മൈനസ് 7 3.
അപ്പൊ നമ്മൾ ഈ കോർഡിനേറ്റ്സ് ഇതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമുക്ക് ഇവിടെ എന്ത് കിട്ടി? നമുക്ക് ഇതാ ഈ സ്മോളർ ക്വാഡ്രിലാറ്ററലിന്റെ ഈ ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഈ 2 പോയിന്റ്സും കിട്ടിയാലല്ലേ നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഈ 2 പോയിന്റ്സും കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 2 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. അപ്പൊ x1 plus x2 by 2, 10 plus 2 12, 12 by 2 എത്രയാണ്? 6. അപ്പൊ 6, 1 plus 3 4, 4 by 2 2. അപ്പൊ ആൻസർ എത്ര കിട്ടി? 6, 2. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മിനിമം എന്തായാലും 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ഉണ്ടാവും. എളുപ്പമല്ലേ ചെയ്യാൻ? Third question, the vertices of a triangle are -1, 5, 3, 7, 1, 1. Find the coordinates of its centroid. അതായത് ഒരു ത്രികോണത്തിന്റെ 3 മൂലകളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. -1, 5, 3, 7, അതുപോലെ തന്നെ 1, 1. ഇതിന്റെ മധ്യമ കേന്ദ്രം, സെൻട്രോയിഡ് എന്ന് വെച്ചാൽ മധ്യമ കേന്ദ്രത്തിന്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക എന്നാണ്. എളുപ്പമാണ് ചെയ്യാൻ. എന്തേ ചെയ്യേണ്ടു? ഒന്നുകിൽ നിങ്ങൾ 2:1 റേഷ്യോ വെച്ചിട്ട് ചെയ്യാം. അതിനെക്കാട്ടും എളുപ്പം നിങ്ങൾക്ക് ഏത് വഴി ചെയ്യുന്നതാണ്? ഇതിനകത്ത് നിങ്ങൾക്ക് മധ്യമ കേന്ദ്രം കണ്ടുപിടിക്കേണ്ട ഒരു ഫോമുല ജിയുടെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ജി കാണാൻ എന്ത് ചെയ്താൽ മതി? x1 plus x2 plus x3 by 3, y1 plus y2 plus y3 by 3 ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പൊ x1 plus x2 plus x3 by 3 അല്ലേ? x1 എത്രയാണ്? ഏതാ നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത് അത് നമുക്ക് കൊടുക്കാം. ഏത് തുടങ്ങാം. അപ്പൊ x1 എത്രയാണ്? -1 അല്ലേ? അപ്പൊ g is equal to, ജിയുടെ കോർഡിനേറ്റ് നമുക്ക് എഴുതാം. ജി എത്രയാണ് നമുക്ക് എഴുതുന്നത്? -1 plus x2 3 കൊടുക്കാം. 3 plus സിയുടെ x കോർഡിനേറ്റ് 1 by 3, ഇനി ഇതിന്റെ y1 5 plus 7 plus 1 by 3. ഇനി ഇതിന്റെ വില കണ്ടുപിടിച്ച് നോക്കുക. വില എത്രയാണ് വരുന്നത്? -1 plus 1 0, പിന്നെ ഉള്ളത് 3 by 3 1. അപ്പൊ ജിയുടെ കോർഡിനേറ്റ് എത്ര കിട്ടി? 1, ഇവിടെ നോക്കിയേ 5 plus 7 12, 12 plus 1 13, 13 by 3. അപ്പൊ ജിയുടെ കോർഡിനേറ്റ് കിട്ടി ജി 1, 13 by 3. എന്ത് ചെയ്താൽ മതി? സെൻട്രോയിഡ് കാണാൻ വന്നു കഴിഞ്ഞാൽ, മധ്യമ കേന്ദ്രം കാണാൻ വന്നു കഴിഞ്ഞാൽ x1 plus x2 plus x3 by 3 ചെയ്യാം. y1 plus y2 plus y3 by 3 ചെയ്യാം. മനസ്സിലായല്ലോ? Fourth question, find the equation of the line passing through -3, 5 and perpendicular to the line through the points 2, 5 and -3, 6. എന്താണ് ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം? 2, 5, -3, 6 എന്നീ ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന ഒരു വരയുണ്ട്. ആ വരയ്ക്ക് ലംബമായതും -3, 5 എന്ന ബിന്ദുവിൽ കൂടി കടന്നു പോകുന്നതുമായ വരയുടെ സമവാക്യം കണ്ടുപിടിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഒരു വര ഇപ്പൊ ഞാൻ AB എന്നൊരു വര, AB എന്നുള്ള വരയുടെ, അതായത് ഞാൻ അവിടെ തന്നിരിക്കുന്ന 2, 5 ഞാൻ ഇവിടെ കൊടുത്തു, -3, 6 ഇവിടെയും കൊടുത്തു. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിൽ ഉള്ള ഒരു പോയിന്റ് ആണ് എത്ര? -3, 5. ഇവിടെ വേറൊരു പോയിന്റ് നമുക്ക് x, y ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കാം. അതായത് അങ്ങനെ വെച്ചാൽ നമുക്ക് അവിടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നെഗറ്റീവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വരയ്ക്ക് ലംബമാണ്, അത് -3, 5 കടന്നു പോകുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വരയുടെ സമവാക്യം കണ്ടുപിടിക്കുക. ഒരു വരയ്ക്ക് ലംബമാണ് മറ്റേ വരയെങ്കിൽ എപ്പോഴും അതിന്റെ സ്ലോപ്പ് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കണം? -1 ആയിരിക്കും. സ്ലോപ്പ് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ -1 കിട്ടണം. അതായത് ഒന്നിപ്പം 2/3 ആണ് ഒന്നിന്റെ സ്ലോപ്പ് എങ്കിൽ മറ്റേത് എത്രയായിരിക്കണം? -3/2 ആയിരിക്കണം. അപ്പൊ 2/3യും -3/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? -1 കിട്ടില്ലേ? അതേപോലെയാണ് നമ്മൾ, നിങ്ങൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ലോപ്പ് നിങ്ങൾക്ക് 4 കിട്ടി,
അങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായ ലൈനിന്റെ സ്ലോപ്പ് എത്രയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എഴുതണം? -1/4 ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ആ കണ്ടീഷനിൽ ഇവിടെ എടുക്കാം. നമുക്ക് ആദ്യം ഏതിന്റെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യം തന്നതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പൊ 2,5 -3,6 ഇതിന്റെ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ 2,5 -3,6 ഈ വരയുടെ സ്ലോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇത് ഞാനിപ്പോ എ എന്നല്ലേ കൊടുത്തേ, ഇതിന് എ എന്ന് കൊടുത്തു, ഇതിന് ഞാൻ ബി എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് എ ബി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് എ ബി എത്രയായിരിക്കും? 6 - 5 by -3 - 2 അപ്പൊ എത്ര കിട്ടി? ഇവിടെ നമുക്ക് കിട്ടിയത് 1/-5. 1/-5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1/5. നിങ്ങൾ സാധാരണ ഒരു നെഗറ്റീവ് ചിഹ്നമാണ് വരുന്നത്, അത് ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് ആൻസർ ആയിട്ട് എഴുതുന്ന സമയത്ത് അത് ന്യൂമറേറ്ററിലാണ് കാണിക്കുന്നത്. ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും ആൻസർ വരുന്ന നെഗറ്റീവ് ആണ്. അപ്പൊ 1/-5 എങ്ങനെ എഴുതാം? -1/5 എന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എത്ര കിട്ടി? -1/5. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വരയ്ക്ക് പെർപെൻഡിക്കുലർ ആണ് മറ്റേതെങ്കിൽ എന്തായിരിക്കണം? മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയായിരിക്കണം? -1 കിട്ടണം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ -1 കിട്ടണമെങ്കിൽ -1/5 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 5 മൾട്ടിപ്ലൈ 5 കട്ട് ചെയ്ത് പോവാൻ എന്താ വേണ്ടേ? 5 അല്ലേ വേണ്ടത്. അപ്പൊ അടുത്ത വരയുടെ സ്ലോപ്പ് എത്രയായിരിക്കും? 5 ആയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതും തമ്മിലുള്ള സ്ലോപ്പ് എത്രയായിരിക്കും? 5 ആയിരിക്കും. ആ ഇതിൽ നമുക്ക് എടുക്കാം. അപ്പൊ -3,5 x, y തമ്മിലുള്ള സ്ലോപ്പ് എത്രയാണ്? 5. നമുക്ക് കൊടുക്കാം y മൈനസ് ഇത് ഞാനിപ്പോ PQ കൊടുത്തു കഴിഞ്ഞാൽ PQ ഞാൻ ഇതിന് പേര് കൊടുത്തെന്ന് വിചാരിച്ചു. അപ്പൊ സ്ലോപ്പ് ഓഫ് PQ സമം സ്ലോപ്പ് ഓഫ് PQ നമുക്ക് എഴുതാം എത്രയാണ്? 5 ആണെന്ന് എഴുതാം. മനസ്സിലായില്ലേ? അപ്പൊ സ്ലോപ്പ് ഓഫ് PQ 5 കൊടുത്തു. ഇനി ആ വില കൊടുക്കുന്നു y -5 by x -3. x -3 എത്രയാവും? x + 3. x + 3 is equal to 5. 5 എന്ന് വെച്ചാൽ 5/1 ആണ്. 5/1 നമുക്ക് 5 5/1 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇനി ചെയ്യുന്ന സമയത്ത് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y -5 is equal to 5 × x + 3. 5 × x + 3 എന്ന് കിട്ടും. ഇനി y -5 is equal to 5 × x + 3 ആണ്. അപ്പോൾ y -5 is equal to 5x plus 5 × 3 എത്രയാണ്? 15. 5x + 15 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഭാഗത്ത് 0 കൊടുത്ത് ഇതിനെയൊക്കെ നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അതായത് ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തേക്ക്. നമ്മൾ സാധാരണ എക്സും വൈയുള്ള ഇക്വേഷൻ എഴുതുന്നത് എക്സ് ആദ്യം y പിന്നെ അത് എക്സിന്റെ കോഎഫിഷ്യന്റ് മിക്കവാറും പോസിറ്റീവ് ആകുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 is equal to ആദ്യം റൈറ്റ് സൈഡിൽ എന്താണുള്ളത് ഈക്വൽ ടു സൈന് ശേഷമുള്ളത് എഴുതി കഴിഞ്ഞിട്ട് മറ്റേതിനെ കൊണ്ടുപോകാം. 5x + 15 മൈനസ് ഈ y അങ്ങോട്ട് പോകും -5 കൊണ്ടുപോകുന്ന സമയത്ത് +5 എന്ന് കിട്ടി. ഇനി അതിന്റെ ആൻസർ ഒന്ന് കൃത്യമായിട്ട് ഇവിടെ എഴുതാം. ആൻസർ എത്ര കിട്ടുന്നത്? 5x വൈയുടെ കോഎഫിഷ്യന്റ് -1 ആണ്, -5 കിട്ടി. 15 + 5 എത്രയാണ്? 20. അപ്പോൾ 15 + 5 20 എന്ന് കിട്ടും. അപ്പോൾ +20 is equal to 0. അപ്പോൾ 5x - 5 + 20 is equal to 0 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? Fifth question. If the line passing through the points -1, 4, 0, 6 and the line passing through 4, k, 2, 7 are parallel. Find the value of k. എന്താണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം? ഒരു ലൈൻ പാസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? -1, 4, 0, 6 ഈ വരയ്ക്ക് പാരലൽ ആയിട്ട്, ഈ വരയ്ക്ക് സമാന്തരം, അതായത് -1, 4, 0, 6 എന്നീ ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന ഒരു വരയ്ക്ക് സമാന്തരമായി പാരലൽ ആയിട്ട് വേറൊരു ലൈൻ കടന്നു പോകുന്നുണ്ട്.
ഏതൊക്കെയാണ് അതിന്റെ കോർഡിനേറ്റ്സ് തന്നിരിക്കുന്നത്? 4,k-യും 2,7 സമാന്തരമായി, മറ്റേ വരയ്ക്ക് സമാന്തരമായി പാരലൽ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയുടെ വില എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ രണ്ട് കോർഡിനേറ്റ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സമാന്തരമാണ്, പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടു, ലംബമാണെങ്കിൽ ആ സ്ലോപ്പുകൾ തമ്മിൽ ഗുണിച്ചാൽ എത്ര കിട്ടണം? -1 ആണ്. അതായത് ഞാൻ അപ്പൊ പറഞ്ഞല്ലോ, ഒന്ന് 5 ആണെങ്കിൽ മറ്റേത് -5 ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? -1. അതിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -1 കിട്ടും. അതായത് 5 × -1/5 എടുക്കുന്ന സമയത്ത് എത്ര കിട്ടുന്നത്? -1. ആ സ്ലോപ്പുകളുടെ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് -1 കിട്ടണം. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -1 കിട്ടണം. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് ഈ -1,4 and 0,6 and the line passing through the point 4,k and 2,7 are parallel, find the value of k. പാരലൽ ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും, ചെരിവ് ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ചെരിവ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് എഴുതാം. ഈ രണ്ട് പോയിന്റ്സ് വന്നിട്ടുണ്ടല്ലോ, ഈ പോയിന്റ്സിന്റെ ചെരിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്? ചെരിവ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് -1,4-ഉം 0,6 വരെ. അപ്പൊ ചെരിവ് നമുക്ക് എങ്ങനെ എഴുതാം? 6 - 4 അല്ലേ? നമുക്ക് ആ പോയിന്റ്സ് ഒന്ന് ഇവിടെ എടുത്ത് എഴുതാം. -1,4 അതുപോലെ തന്നെ 0,6 ആണ്. അപ്പൊ ഇതിന്റെ സ്ലോപ്പും അതേപോലെ തന്നെ ഇതിന്റെ സ്ലോപ്പും ഈക്വൽ ആണല്ലോ. അപ്പൊ അതിന്റെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഇതിന്റെ സ്ലോപ്പ് എത്ര കിട്ടും? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ സ്ലോപ്പ് ചെരിവ് എത്രയാണ് കിട്ടുന്നത്? 6 - 4 by 0 - -1. അപ്പൊ 6 - 4 by 0 - -1 is equal to എത്രയാണ് വരുന്നത്? 6 - 4 എത്രയാണ്? 2 അല്ലേ? അപ്പൊ 2 by 0 - -1 എത്രയാണ്? 1 ആകും. അപ്പൊ 2/1 is equal to 2. ഇതിന്റെ സ്ലോപ്പ് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. അതേപോലെ അതിന്റെ സ്ലോപ്പ് എത്രയായിരിക്കണം? അപ്പൊ 2 ആയിരിക്കണ്ടേ? പാരലൽ ആണല്ലോ, പാരലൽ ആവുന്ന സമയത്ത് സ്ലോപ്പ് ഈക്വൽ. അപ്പൊ 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇത് ഇപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 7 - k by 2 - 4 is equal to ഈ കിട്ടുന്ന സ്ലോപ്പ് ആയിരിക്കണം. അപ്പൊ 2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 7 - k is equal to 2 into എന്താണ്? 2 - 4 എത്രയാണ്? 2 - 4 -2 അല്ലേ? അപ്പൊ നമുക്ക് അവിടെ എഴുതാം 2 into -2. 2 - 4 എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പൊ 2 into -2 -4 എന്ന് കിട്ടും. അപ്പൊ 7 - k is equal to -4. Therefore k യുടെ വരെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ -k ആണ് ഇവിടെ ഉള്ളത്. ആ -k നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് k ആയില്ലേ? അപ്പൊ -4 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോ -4 ഇവിടത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി? +4 ആയല്ലോ. അപ്പൊ 7 + 4 ആയി. അപ്പൊ k is equal to എത്ര കിട്ടി? 7 + 4 is equal to 11 എന്ന് കിട്ടും. Therefore k is equal to 11. k യുടെ വില എങ്ങനെ 11 കിട്ടിയത്? 7 + 4 is equal to 11 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 6th ക്വസ്റ്റ്യൻ, വിത്തൗട്ട് യൂസിങ് പൈത്തഗോറസ് തിയറം prove that 4,4 3,5 and -1,1 are the vertices of a right angle triangle. അതായത് നമ്മൾ സാധാരണ പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് ഒരു റൈറ്റ് ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതിന്റെ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ കിട്ടണം. പാദം സ്ക്വയറും ലംബം സ്ക്വയറും കൂട്ടിയാൽ കർണം സ്ക്വയർ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറയും. ഇവിടെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വിതൗട്ട് യൂസിങ് പൈതഗോറസ് തിയറം. നിങ്ങൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കരുത്. അതായത് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം, ബി സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം, എന്നിട്ട് എ ബിയുടെ ലെങ്ത്തും ബി സിയുടെ ലെങ്ത്തും
അതിന്റെ രണ്ടിന്റെയും സ്ക്വയേഴ്സ് തമ്മിൽ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? AC യുടെ സ്ക്വയർ കിട്ടുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് പറയാം. ഇവിടെ അങ്ങനെ ചെയ്യാതെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്കിവിടെ നോക്കാം എന്താണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞ എത്രയായിരിക്കും? ഈ ആംഗിൾ എന്ന് പറഞ്ഞത് 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി ആകുമ്പോൾ ആംഗിൾ 90 ഡിഗ്രി ആവുന്ന സമയത്ത് ഇത് പെർപെൻഡിക്കുലർ ആണല്ലോ, പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എത്രയാണ് അവിടെ? -1 കിട്ടണം. സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 കിട്ടണം. അപ്പോൾ ആൻസർ കിട്ടുന്നത് ഇവിടെ നമുക്ക് എങ്ങനെയാണ് കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? നമുക്കിവിടെ AB യുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പൊ സ്ലോപ്പ് ഓഫ് AB is equal to എത്രയാണ്? സ്ലോപ്പ് ഓഫ് AB ഞാൻ ഇവിടെ എഴുതാം. എയുടെ കോർഡിനേറ്റ് പറഞ്ഞിരിക്കുന്നത് 4,4ഉം ബിയുടെ കോർഡിനേറ്റ് 3,5 ആണ്. സിയുടെ കോർഡിനേറ്റ് -1,1 ആണ്. അപ്പൊ സ്ലോപ്പ് ഓഫ് AB കണ്ടേ എത്രയാണ്? 5 - 4 / 3 - 4. അപ്പൊ 5 - 4 / 3 - 4 is equal to 5 - 4 എത്രയാണ്? 1. അപ്പൊ 1 / -1 is equal to എത്ര കിട്ടി? -1. അപ്പോ AB യുടെ സ്ലോപ്പ് എത്ര കിട്ടി? -1. AB യുടെ ചെരിവ് -1 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതിന്റെ ചെരിവാണ്? BC യുടെ ചെരിവ് കണ്ടുപിടിക്കണം. അപ്പൊ BC സ്ലോപ്പ് ഓഫ് BC കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് BC യുടെ ചെരിവ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? B യും C യും. B യുടെ കോർഡിനേറ്റ് 3,5, C യുടെ കോർഡിനേറ്റ് -1,1. അപ്പൊ C യുടെ BC യുടെ ചെരിവ് കണ്ടുപിടിക്കാൻ പറയുന്ന സമയത്ത് ഈ y കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. y കോർഡിനേറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന സമയത്ത് 5 - 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 - 5 എന്ന് എഴുതാം. അപ്പോൾ 1 - 5 എന്നാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ 1 - 5 ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു. 1 - 5 by -3 -1 is equal to 1 - 5 എത്രയാണ്? -4 അല്ലേ? -4 by -1 - -3 എത്രയാണത്? +4 is equal to എത്ര കിട്ടി നമുക്ക് ഇവിടെ? സോറി, -4. -1 - 3 എത്രയാണ്? -4. അപ്പൊ -4 by -4 എത്ര കിട്ടി? 1 കിട്ടിയില്ലേ? 1. ഇനി നമുക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് കാണാൻ എന്താ ചെയ്യേണ്ടത്? ആ സ്ലോപ്പുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -1 ആൻസർ കിട്ടണം. സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -1 കിട്ടണം. -1ഉം 1 മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ്? -1 അല്ലേ കിട്ടുന്നത്. അപ്പൊ സ്ലോപ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് -1 കിട്ടുന്നത് കൊണ്ട് നമുക്ക് പറയാം എന്താണ്? ഈ AB യും BC യും പെർപെൻഡിക്കുലർ ആണ്. AB യും BC യും പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് എന്താണ്? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്, അതായത് പോളിനോമിയൽസ് അതുപോലെ തന്നെ സർക്കിൾസും ആയിട്ട് ഞാൻ വരാം. സർക്കിൾസ്, വൃത്തങ്ങളും പോളിനോമിയലും.